നിങ്ങൾക്ക് തൈറോയിഡ് ഉണ്ടോ? ലാസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ TSH കൂടുതൽ അല്ലെങ്കിൽ T3 കൂടുതൽ, കുറേ നാളായി തൈറോയിഡ് മെഡിസിൻ കഴിക്കുന്ന ആളാണോ നിങ്ങൾ? ഞാൻ ഡോക്ടർ ഫാസില ജസാഖ്, ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്, നടക്കാവ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് തൈറോയിഡിനെ കുറിച്ചാണ്. തൈറോയിഡ് പല ആൾക്കാർക്കും ഭയങ്കര ടെൻഷനായിരിക്കും. തൈറോയിഡ് കൂടുതലാണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് പലരും തനിക്ക് തൈറോയിഡ് ഉള്ളത് അറിയുന്നത്. അതിനു മുമ്പ് തനിക്ക് എന്തൊക്കെയോ ക്ഷീണം അങ്ങനെ പലതും ഉണ്ടാവും. അല്ലെങ്കിൽ അറിയാത്തൊരു മേലുവേദന, അറിയാത്തൊരു ക്ഷീണം, ഭയങ്കര ദേഷ്യം വരിക, ഇങ്ങനെയൊക്കെ എന്തുകൊണ്ടെന്ന് അറിയാത്ത പല കാര്യങ്ങൾ വരുമ്പോൾ ഡോക്ടർ പറയും ഒന്ന് തൈറോയിഡ് ചെക്ക് ചെയ്യാൻ പറയാം. നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ചെക്ക് ചെയ്ത് കൂടുതലാണോ അല്ലെങ്കിൽ കുറവ്, നിങ്ങളത് കൂടുതലാണോ കുറവാണെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്താണ് തൈറോയിഡ്? തൈറോയിഡ് എന്ന് പറയുന്നത് ഒരു ഗ്രന്ഥിയാണ്. എല്ലാവർക്കും തൈറോയിഡ് ഉണ്ട്. പക്ഷെ തൈറോയിഡ് അല്ല, തൈറോയിഡ് എന്ന് വരുന്ന കുറച്ച് ഹോർമോൺസ് ഉണ്ട്. ആ ഹോർമോണിൽ വ്യതിയാനം വരുന്നതിനാണ് നമ്മൾ തൈറോയിഡ് ഉണ്ട് എന്നൊക്കെ പറയുന്നത്. നമ്മളെ നെക്കിൻ്റെ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഈ ഫ്രണ്ടിലിരിക്കുന്ന ഒരു പൂമ്പാറ്റയുടെ ആകൃതിയിലുള്ള ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ് എന്ന് പറയുന്നത്. ഇതിൽ സത്യത്തിൽ 2 ഹോർമോൺസ് ഉണ്ടാക്കുന്ന മെയിനായിട്ട് T3, T4 എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ ലാബ് ടെസ്റ്റിൽ TSH കൂടുതലാണെന്നാണ് കാണുന്നത്. അതെന്താണ്? ഈ TSH എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് വരുന്ന ഒരു ഹോർമോണാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇതാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അതായത് നമ്മുടെ T3, T4 ആണ് നമ്മൾ യഥാർത്ഥ തൈറോയിഡ് ഹോർമോൺ. ഇതിന് ഉണ്ടാക്കാനുള്ള അളവ് കൂടുതൽ, അതായത് ഇത് കുറവാണെങ്കിൽ ഇതിന് കുറച്ചും കൂടി ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. അതായത് നമ്മളൊരു കട തുടങ്ങാമെന്ന് വെച്ചോളൂ. ഒരു കടയിൽ നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെന്ന്. ആ പ്രൊഡക്റ്റാണ് എന്ത്? T3, T4. പക്ഷേ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്നത് പിറ്റ്യൂട്ടറി തലച്ചോറിൽ നിന്ന് വരുന്ന ഒരു TSH ഹോർമോൺസ് ആണ്. അപ്പോൾ ഇത് കുറവാണെന്നുണ്ടെങ്കിൽ TSH കൂടുതലായിട്ട് നമ്മൾ കുറച്ചും കൂടി പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന പോലെയാണ്. അപ്പോൾ നിങ്ങൾക്ക് തൈറോയിഡ് കുറവാണെന്ന് പറയുന്ന ആൾക്കാർക്ക് TSH കൂടുതൽ, ആകെ കൺഫ്യൂഷൻ ആവാറില്ലേ? അതുകൊണ്ടാണ്. അതായത് നമ്മൾ പ്രൊഡക്റ്റ് നമുക്ക് വേണ്ടത് T3, T4 ആണ് നമ്മളുടെ ശരീരം കറക്റ്റായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടത്. അത് പ്രവർത്തിക്കാൻ വേണ്ടതെന്ന് പറയാൻ കാരണം, ഒരാൾക്ക് തൈറോയിഡ് കുറവാണെന്നുണ്ടെങ്കിൽ അയാളുടെ ആറ്റിറ്റ്യൂഡും അയാളുടെ കാര്യങ്ങളൊക്കെ അയാൾ ഭയങ്കര ഒരു തണുപ്പനാണ്, ഒക്കെ ഒരു സ്ലോ മോഷനാണ്, എന്തോ ഒരു ചൂടില്ലാണ്ടേ ചെയ്യാന്ന് പറയില്ലേ? അങ്ങനത്തെ വ്യക്തികളെ എല്ലാവർക്കും തൈറോയിഡ് കുറവാണെന്ന് ഞാൻ പറയുന്നില്ല. അവർക്ക് തൈറോയിഡ് കുറവായിരിക്കും. എന്നാൽ ഒരാൾ ഭയങ്കര ദേഷ്യം, അനാവശ്യമായിട്ട് ഭയങ്കര ഇങ്ങനെ പൊട്ടിത്തെറിച്ച് എല്ലാം കുറച്ച് ഹറിബറിയായിട്ട് ആകെ സ്പീഡിൽ ആകെ കൊളാക്കി ഭയങ്കര ഓവറായിട്ടെല്ലാം ചെയ്യുന്നത്, അങ്ങനെ ആയിരിക്കും എന്ത് തൈറോയിഡ് കൂടിയൊരു വ്യക്തിക്ക് ഉണ്ടാവുക. അങ്ങനെയാണ്. അതായത് നമ്മളുടെ എല്ലാ കാര്യങ്ങളെയും ഇതിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അതായത് തൈറോയിഡ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ സ്പീഡും നമ്മളുടെ ഓരോന്നിനെ കാഴ്ചപ്പാടും എല്ലാം മാറും. കാരണം മെയിനായിട്ട് നമ്മളെ ദഹനത്തെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്? നമ്മളെ ദഹനം വഴിയാണ് നമുക്ക് എല്ലാം വേണ്ടതെല്ലാം കിട്ടുന്നത്. കൺട്രോൾ ചെയ്യുന്നത് ഈ തൈറോയിഡ് ഹോർമോൺസ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരാൾക്ക് തൈറോയിഡ് കുറവാണ്, ഹൈപ്പോ തൈറോയിഡിസം എന്ന് വെച്ചാൽ നമ്മൾ ലാബ് ടെസ്റ്റ് ചെയ്യുമ്പോൾ TSH കൂടുതലായിരിക്കും. കാരണം നമ്മളുടെ പ്രൊഡക്റ്റ് കുറവായതുകൊണ്ട് പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ എണ്ണം കൂട്ടുകയാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഹൈപ്പോ തൈറോയിഡിസം ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ T3, T4 കുറവായിരിക്കും, TSH കൂടുതലായിരിക്കും. ഇനി നിങ്ങൾക്ക് ഹൈപ്പർ തൈറോയിഡിസം, അതായത് നിങ്ങൾക്ക് തൈറോയിഡ് ഹോർമോൺ കൂടുതലായിട്ട് ഉണ്ടാക്കുക, അതായത് T3, T4 കൂടുതലാണെങ്കിൽ നിങ്ങളുടെ TSH കുറവായിരിക്കും. അപ്പോൾ പൊതുവേ ചില ഡോക്ടേഴ്സ് നമ്മളോട് ജസ്റ്റ് ഒന്ന് രണ്ടാമത് ടെസ്റ്റ് ചെയ്യുമ്പോൾ TSH ചെയ്യാൻ മാത്രമേ പറയുള്ളൂ. അപ്പോൾ TSH കൂടിയതിനർത്ഥം നിങ്ങൾ തൈറോയിഡ് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യണില്ല, കുറച്ച് സ്ലോ ആയിട്ടാണ് ചെയ്യുന്നത്. TSH കൂടുതലാണ് എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ഇനി കുറവാണെന്ന് അർത്ഥം എന്താണ്? TSH കുറവാണെന്നർത്ഥം നിങ്ങൾ തൈറോയിഡ് ഓവറായിട്ട് വർക്ക് ചെയ്യുന്നു എന്നാണ് അർത്ഥം. പിന്നെ ചില ആൾക്കാർക്ക് ഇതൊന്നും ഇല്ല, നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ ചിലർക്ക് ലക്ഷണങ്ങൾ കൊണ്ട്, അതായത് എത്ര എക്സസൈസ് ചെയ്തിട്ടും ഡയറ്റൊന്നും നോക്കിയിട്ടും വണ്ണം കുറയുന്നില്ല. അതാണ് മെയിൻ. പല ആൾക്കാരും തൈറോയിഡ് ഉണ്ടോ എന്ന് നോക്കണം. പീരിയഡ്സ് ഇറഗുലർ ആവുന്നു, മുടി കൊഴിച്ചിൽ, ഇങ്ങനെയാണ് പലരും തൈറോയിഡ് കണ്ടുപിടിക്കുന്നത്. പിന്നെ ഒരു കാരണവും ഇല്ലാത്ത ജോയിൻറ്റിൽ വേദന. എനിക്കൊരു പേഷ്യൻ്റ് വന്നായിരുന്നു, ഒന്നുമില്ല, എല്ലാം നോർമലാണ്. പേഷ്യൻറ്റിന് ഈ തമ്പിൽ ഇവിടെ വേദന. അപ്പോൾ പേഷ്യൻറ്റിന് എന്താണ്? നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ആണ്. പേഷ്യൻ്റ് ഒട്ടും ഉറക്കം ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് പേഷ്യൻറ്റിന് TSH കൂടിയിട്ട് ഇത് വന്നതാണ്. അപ്പോൾ നമ്മൾ ഉറക്കമൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതിൻ്റെയൊക്കെ അളവ് മാറും. നമ്മൾ കറക്റ്റായിട്ട് അമിതമായിട്ട് സ്ട്രെസ്സൊക്കെ കാരണം വന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു കാരണവും ഇല്ലാതെ
പേഷ്യൻറ്റിൻ്റെ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നമുക്ക് എന്തുകൊണ്ടാണെന്ന് അറിയാത്ത അസുഖത്തിന് കാരണം തൈറോയിഡ് ആയിരിക്കും. ചില നമ്മൾക്ക് സെക്ഷൽ പവർ ഇതുവരെ കറക്റ്റായിട്ട് സെക്സൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, സെക്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനൊക്കെ കാരണം ഒരു പക്ഷേ തൈറോയിഡാണ്. പക്ഷേ ഇതിന് എപ്പോഴും കാരണം തൈറോയിഡ് എന്നല്ല, ഒരു പക്ഷേ കാരണം തൈറോയിഡ് ആയിരിക്കും. നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം, അതായത് TSH കൂടുതലാണ്, തൈറോയിഡ് ഹോർമോൺസ് T3 T4 കുറവാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കും? മെയിനായിട്ട് അവർ നല്ല വണ്ണം ഉണ്ടായിരിക്കും, എക്സ്ട്രാ ബോഡി വെയിറ്റ് ഗെയിൻ ഉണ്ടായിരിക്കും, നല്ല വണ്ണം ഉള്ളവരായിരിക്കും പൊതുവേ ഉണ്ടാവുക. നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ടായിരിക്കും, അവർക്ക് ഭയങ്കര ഡിപ്രഷനായിരിക്കും, മൂഡ് സ്വിങ്സ് ആയിരിക്കും. പിന്നെ ദഹനത്തെ നന്നായിട്ട് ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ദഹനത്തെ ബാധിക്കുന്ന വെച്ചാൽ അവർക്ക് എപ്പോഴും കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും. അങ്ങനെ വരാറുണ്ട് കേട്ടോ. അവർക്ക് എത്ര മരുന്ന് കൊടുത്തിട്ട് മാറുന്നില്ല. അപ്പോൾ ഞാനൊന്ന് തൈറോയിഡ് ചെക്ക് ചെയ്യാൻ പറയും. കോൺസ്റ്റിപ്പേഷൻ മലബന്ധമായിട്ട് വരുമ്പോൾ അപ്പോൾ തൈറോയിഡ് ഉണ്ടാകും. അപ്പോൾ ഒരിക്കലും വിട്ടു മാറാത്ത ഒരു മലബന്ധം ഉണ്ടാവും. പിന്നെ ഇവർക്ക് തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റില്ല, ഇവർക്ക് ഡ്രൈ സ്കിൻ ആയിരിക്കും. ഇതൊക്കെയാണ് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങൾ. ഇനി എന്താണ് പിന്നെ കൂടാതെ ഉള്ളത്? പ്രഗ്നൻസിക്ക് ബുദ്ധിമുട്ടായിരിക്കും. സ്ത്രീകളിലായിരിക്കും, പുരുഷന്മാരിലാണെങ്കിലും സ്ത്രീകളിലും പുരുഷന്മാരിലും ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളും. സ്ത്രീകൾക്ക് പീരിയഡ്സ് നോക്കുകയാണെങ്കിൽ നല്ല ബ്ലീഡിങ് ആയിരിക്കും. സ്ത്രീകളിൽ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആൾക്ക് നന്നായിട്ട് ബ്ലീഡിങ് കൂടുതലായിരിക്കും. ഈ ഹൈപ്പർ തൈറോയിഡിസം, അതായത് TSH കുറവും T3 T4 കൂടുതലുമാണെങ്കിൽ ഇവർക്കെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഭയങ്കര ഹറിബറി ആയിരിക്കും, ഭയങ്കര ടെൻഷനായിരിക്കും, ഭയങ്കര ആങ്സൈറ്റി ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. ഇവരെന്ന് പറയുന്നത് വളരെ മെലിഞ്ഞിട്ടായിരിക്കും. ഇവർക്ക് നേരത്തെ നമുക്ക് മലം ടൈറ്റ് ആണെന്ന് പറഞ്ഞത്, ഇവർക്ക് മലം ലൂസായിട്ടാണ് പോവുക. ഇവർക്ക് സഹിക്കാൻ പറ്റാത്തത് ചൂടായിരിക്കും. പിന്നെ ഇവർക്കും സെക്ഷലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് തൈറോയിഡിൻ്റെ കോമൺ ആയിട്ടുള്ള രോഗങ്ങൾ, അതായത് ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം. ഇതല്ലാതെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഗോയിറ്ററാണ് അങ്ങനെ ഉണ്ടാവും. അത് നമ്മൾ തൈറോയിഡ് മുഴകളെയാണ്, നോഡുലാർ ഗോയിറ്റർ, കൊളോയിഡൽ ഗോയിറ്റർ, അങ്ങനെ കുറച്ച് പേരുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇന്ന് അതിലോട്ട് കിടക്കുന്നില്ല, അത് നമുക്ക് വേറെ ഒരു ദിവസം സംസാരിക്കാം. പിന്നെ ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വ്യക്തിക്ക് നല്ല വിരലിന് വേദനയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതാണ് ഹാഷിമോട്ടോ തൈറോയിഡിസം. ഇതെന്ന് പറയുന്നത് ഇതിലുള്ളത്. പക്ഷേ അത് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ TSHും T3 T4 ചെക്ക് ചെയ്താൽ പോരാ, അതിൻ്റെ കൂടെ ആൻറ്റി-TPO ആൻറ്റി-TG എന്ന് പറഞ്ഞൊരു ടെസ്റ്റും കൂടി ചെയ്താൽ അത് പോസിറ്റീവ് ആണെങ്കിൽ ഇവർക്ക് എന്താണ് ഹഷിമോട്ടോ തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നത്. ഇതിലും നേരത്തെ അതേ പറഞ്ഞ പോലെ വെയിറ്റ് ഗെയിൻ ഉണ്ടാവും, മൂഡ് സ്വിങ്സ് ഉണ്ടായിരിക്കും, മുടി കൊഴിച്ചിലുണ്ടായിരിക്കും, സെക്ഷൽ പ്രോബ്ലം ഉണ്ടായിരിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഈ ഹോർമോൺസും കൂടുതലായിരിക്കും. ഈ ഹോർമോൺസിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആൻറ്റിബോഡീസ് കൂടുതലായിരിക്കും, ആൻറ്റി-TPO ആൻറ്റി-TG കൂടുതലായിരിക്കും. പിന്നെ ഇതിലെന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ആ വ്യക്തിയുടെ തൈറോയിഡ് ഗ്ലാൻഡ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം ശരീരത്തെ തന്നെ അറ്റാക്ക് ചെയ്യുക, അതായത് അതിനെ തന്നെ നശിപ്പിക്കുക, അതിനെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. ഇതും അതേപോലെ ഒരു കണ്ടീഷനാണ്. ഇനി ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മൾ തൈറോയിഡ് ഓവറായിട്ട്, അതായത് അതും നശിപ്പിക്കൽ തന്നെയാണ്, അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്, ഓവറായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുക, അതാണ് ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് ചൂട് കൂടുതലായിരിക്കും, ഇവർക്ക് ഭയങ്കര ഹൃദയം ഇങ്ങനെ പടപടാന്ന് അടിക്കുന്നുണ്ടായിരിക്കും, പാൽപിറ്റേഷൻ ഉണ്ടായിരിക്കും, ആങ്സൈറ്റി ഉണ്ടായിരിക്കും. ഇതിൽ TSI ആണ് നമ്മൾ T3 T4 TSHൻ്റെ കൂടെ നമ്മൾ TSI ആണ് കൂടുതൽ. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഇമ്മ്യൂണോഗ്ലോബിൻസ് ആണ് നമ്മൾ ഒന്നും കൂടെ നോക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് നോർമലി വരുന്ന അസുഖങ്ങൾ. ഇനി സ്ത്രീകളിൽ തൈറോയിഡ് ഹോർമോൺസിൻ്റെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം? സ്ത്രീകളിൽ മുടി കൊഴിച്ചിലുണ്ടാകും, അമിതമായിട്ടുള്ള വണ്ണം ഉണ്ടാകും, സ്ത്രീകളിൽ പീരിയഡ്സ് നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരിക്കും, TSH കൂടുതലാണെങ്കിൽ, TSH കുറവാണെങ്കിൽ ബ്ലീഡിങ് ഇറഗുലർ ആയിരിക്കും, അതായത് നോർമലി ഇവരെ പീരിയഡ്സ് കറക്റ്റ് ആവില്ല. അവർക്ക് എന്താണ് പ്രഗ്നൻസി കൺസീവ് ആവാനുള്ള ചാൻസ് കുറച്ചും കൂടെ കുറവായിരിക്കും, ഓവുലേഷൻ കറക്റ്റ് ആവില്ല. ഇനി പുരുഷന്മാരിലാണെന്നുണ്ടെങ്കിലോ, പുരുഷന്മാരിൽ രണ്ട് രീതിക്ക് ഹൈപ്പർ തൈറോയിഡിസം പുരുഷന്മാരുടെ സെക്ഷൽ ലൈഫിനെ ബാധിക്കുന്നുണ്ട്. ഇതിൽ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിനെയാണ് കൂടുതലായിട്ട് ബാധിക്കുക. അവർക്ക് എന്തെങ്കിലും ചിലവർക്ക് സെക്സ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. പിന്നെ ദേഷ്യവും മൂഡ് സ്വിങ്സും ഉണ്ടാകും തന്നെ സെക്ഷൽ ലൈഫിനെ സ്ത്രീകളിലാണെങ്കിലും പുരുഷനാണെങ്കിലും ബാധിക്കും. അപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെന്നുണ്ടെങ്കിലും ഒരു ഇൻഫെർട്ടിലിറ്റി കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ തൈറോയിഡ് ചെക്ക് ചെയ്യും. കാരണം ഇത് ഓവുലേഷൻ, അതായത് അണ്ടം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്, അണ്ടം നമുക്ക് സ്ത്രീകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു കുട്ടി ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ പുരുഷന്മാരിൽ ബീജം, ഈ ബീജത്തിൻ്റെ സ്പേമിൻ്റെ അളവും തോതും സെക്സ് ചെയ്യാനുള്ള
ടൈമിങ്ങും ഇതിനൊക്കെ എന്ത് ചെയ്യും, ഈ തൈറോയ്ഡ് ഹോർമോൺസ് ബാധിക്കും. അപ്പോൾ നമുക്ക് തൈറോയ്ഡ് ഹോർമോണിൽ എന്തൊക്കെ ചെയ്യാം, അതായത് തൈറോയ്ഡ് ഹോർമോൺസിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ, തൈറോയ്ഡ് രോഗം ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ മാറ്റണം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, തൈറോയ്ഡ് ഹോർമോൺസ് നമ്മളെ സ്ട്രെസ്സ് കാരണം അല്ലെങ്കിൽ ഉറക്കക്കുറവ് കാരണമാണ് വരുന്നത്. പല പേഷ്യൻസിനും വേറെ ഒരു കംപ്ലയിൻറ്റും ഉണ്ടാവില്ല. കാരണം നമ്മൾ മെഡിസിൻ കൊടുത്തിട്ട് പലർതും മാറ്റിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ മുമ്പ് നമുക്ക് വളരെ ചെറിയ നോർമലായിരിക്കും, നമ്മൾ മുമ്പ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഒക്കെ നോർമലായിരിക്കും. പക്ഷേ അവർ പിന്നീട് വേറെ അസുഖത്തിന് വരുമ്പോൾ ഞാൻ ബോഡി ചെക്കപ്പ് ചെയ്തിരുന്നു, തൈറോയ്ഡ് നന്നായിട്ട് കൂടിയതായിട്ട് കാണും. അപ്പം ഞാൻ ചോദിക്കും, ഉറക്കക്കുറവുണ്ടായിരുന്നോ, ടെൻഷൻസ് കൂടുതലുണ്ടായിരുന്നോ, സ്ട്രെസ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു ഡോക്ടറെ എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്, അല്ലെങ്കിൽ ഏത് ഡോക്ടറെ അനുഭവത്തിൽ നിന്ന് ചോദിച്ചാലും സ്ട്രെസ്സും ഉറക്കക്കുറവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈറോയിഡ് വരാനുള്ള ചാൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഉള്ളെങ്കിൽ തൈറോയിഡ് എന്തായാലും വരും, അല്ലെങ്കിൽ ചാൻസ് ഇല്ലെങ്കിൽ അതിന് തൈറോയിഡ് വരാനുള്ളൊരു ചാൻസ് ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഉറക്കം കറക്റ്റ് അല്ലെങ്കിൽ, ഇന്ന് നിങ്ങൾ ഒരു 7-8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങുന്നില്ലേ, ഉറങ്ങാത്തൊരു വ്യക്തിയാണോ നിങ്ങൾ, എങ്കിലും എന്ത് ചെയ്യുക, അത് കറക്റ്റായിട്ട് ചെയ്യുക. കാരണം തൈറോയ്ഡ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആകെ ജീവിതം തന്നെ താളം തെറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളുടെ ജീവിതം നമ്മൾ തന്നെ നശിപ്പിക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് ഉറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ വെറുതെ ഫോണിലൊന്നും കുത്തിയിട്ടിരിക്കാതെ എന്ത് ചെയ്യുക, കറക്റ്റ് സമയത്ത് ഉറങ്ങുക. ഇനി നിങ്ങൾക്ക് അമിതമായിട്ട് സ്ട്രെസ് ഉണ്ട്, ജോബ് കാരണം സ്ട്രെസ്സും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ യോഗ, എക്സസൈസ് ഇതൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ യോഗ, എക്സസൈസ്, കറക്റ്റായിട്ട് ഉറക്കം, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു 30 മിനിറ്റ്സ് എങ്കിലും ഒരു ദിവസം എക്സസൈസ് ചെയ്യുക. ഇനി ഭക്ഷണത്തിൽ എന്തൊക്കെ ചെയ്യണം, നമ്മൾ ഷുഗർ കട്ട് ചെയ്യുക, മാക്സിമം കട്ട് ചെയ്യുക. അനാവശ്യമായിട്ടുള്ള ഷുഗർ, ജങ്ക് ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ്സ് ഇതൊക്കെ ഒഴിവാക്കുക. നമ്മൾ ഭക്ഷണത്തിൽ വൈറ്റമിൻ ഡി, സിങ്ക്, സെലീനിയം, അയോഡിൻ ഇതൊക്കെ നമ്മളുടെ ഭക്ഷണത്തിൽ ചേർക്കുക. പച്ചക്കറികൾ നന്നായിട്ട് കഴിക്കുക, ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുക. നിങ്ങൾക്ക് ഗ്ലൂട്ടൻ സെൻസിറ്റിവിറ്റി ഉണ്ട്, അതായത് ചിലർ കോൺട്രവേഴ്സി ഉണ്ട്, ചപ്പാത്തി കഴിക്കാൻ പറ്റില്ല. അതായത് ഗ്ലൂട്ടൻ സെൻസിറ്റിവ് ഇല്ല ഒരു ബോഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചപ്പാത്തി കഴിക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. അതായത് നിങ്ങളുടെ ഡയറ്റിന് വേണ്ടിയിട്ട് ചപ്പാത്തി കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഗോതമ്പ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഗ്ലൂട്ടൻ അലർജി ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ അത് ഒഴിവാക്കുക. ചില ആൾക്കാർക്ക് തൈറോയിഡ് കൂടാൻ കാരണമാണെന്ന് ചപ്പാത്തി കഴിക്കാറുള്ളത് കേട്ടോ, എല്ലാവർക്കും അങ്ങനെയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കുക. പിന്നെ ക്യാബേജ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ ക്യാബേജൊക്കെ കഴിക്കുന്നതിനൊന്നും പ്രശ്നമില്ല. നിങ്ങൾ ക്യാബേജ് എല്ലാ ദിവസവും നന്നായിട്ട് കുറേ കഴിക്കുന്നതിന് പ്രശ്നമുള്ളൂ, എന്തെങ്കിലുമൊക്കെ ക്യാബേജ് കഴിക്കുന്നതിനൊന്നും പ്രശ്നമില്ല. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഒരു തൈറോയ്ഡ് പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ രോഗിയുടെ എല്ലാ ലക്ഷണങ്ങളും കണക്കിലെടുത്ത് ജർമ്മൻ നിർമ്മിത മെഡിസിൻസാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമ്മൾ AI ടെക്നോളജിയും യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറും ഉപയോഗിച്ച് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് തൈറോയിഡിന് ജീവിതകാലം മെഡിസിൻ കഴിക്കാണ്ട് നമുക്ക് തൈറോയിഡ് മാറ്റാൻ പല പേഷ്യൻസിൻ്റെയും സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നേരിട്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഫാസില ജസാഖ്, ഫാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്, നടക്കാവ്.